എനിക്ക് എൻ്റെ ഒരു 90% ഫ്രണ്ട്സും മുസ്ലിം ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പലതരത്തിലുള്ള ആൾക്കാരെ കാണുന്നില്ല. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടം ഇടുന്നത് ഒരു പേരിനാണ്. മീൻസ് ഒരു ഷോൾ കൊണ്ട് കവർ ഇടും. ചിലവര് പിന്നെ ഇങ്ങനെ അവിടെ പിൻ ചെയ്തിട്ടൊക്കെ ഉള്ള തട്ടമൊക്കെ ഇടും. ഒരു പേരിനാണ്. ശരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് കേട്ടാ. ഇസ്ലാമിൽ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാർ പറയുന്ന ഒരു വാക്കുകൾ കേൾക്കുമ്പോണ്ടല്ലോ ചങ്ങായിമാർ, ഞാനൊന്നും കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കേൾക്കട്ടോ, അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. മാഷാ അല്ലാഹ്. അർഷാദ് ആൻഡ് ഇത് നമ്മുടെ അർഷാദിന്റെ വൈഫ് അനു അല്ലെ? അനുവിന്റെ ശരിക്കുള്ള പേര് ഹന്ന. യെസ്. സോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ബാക്കി സക്സസ് സ്റ്റോറീസ് പറയുന്നതിനേക്കാൾ മുന്നേ എനിക്കൊരു സംശയമുണ്ട്. എന്താണെന്നറിയോ? അതായത് നോർമലി എല്ലാവരും കല്യാണം കഴിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 30 വയസ്സ് 40 വയസ്സിലൊക്കെയാണ് ആൾക്കാർ കല്യാണം കഴിക്കുന്നത്. കാരണം അതൊരു ലൈഫിന്റെ ഒരു വലിയൊരു ഡിസിഷനാണ് അല്ലെ? അർഷാദ് എന്തുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബിഗ് ഡിസിഷൻ എടുത്തത്? അതൊരു ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ഒന്നുമല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത്? സംഭവം വെച്ച് കഴിഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഫഹീം എന്ന പേര്. അപ്പൊ ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതാണ്. ഫഹീമിന്റെ സിസ്റ്റർ ആണ് അനു. അപ്പൊ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്? ഇല്ല, കണ്ടിട്ടില്ല. അപ്പൊ ഫഹീമിന്റെ ഡയറക്റ്റ് നേരെ സിസ്റ്റർ അല്ല, ഫഹീമിന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മകളാണ്. പഠിച്ച വളർന്നൊക്കെ സാധാരണ രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ എനിക്കും ആ ഒരു ചെറിയ പ്രായത്തിൽ എല്ലാവർക്കും ചെറിയൊരു പ്രായത്തിലുണ്ടാവും കല്യാണം കഴിക്കണം എന്നൊക്കെ. ഞാനും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫഹീമിനോട് ഇടയ്ക്ക് ഇങ്ങനെ പറയും, നമുക്ക് കല്യാണമൊക്കെ നോക്കണ്ടേ. ഞാൻ 21ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് 19ാമത്തെ വയസ്സിൽ ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ആഗ്രഹം പറയാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ കോഴിക്കോട് ഞങ്ങൾ ഫുഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞു, എന്റെ ഫാമിലി പെണ്ണുണ്ട്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. തമാശക്ക് പറഞ്ഞതാ. അങ്ങനെ ഞാൻ പിന്നെ എപ്പോഴും ചോദിക്കും, പിന്നെ എപ്പോ കണ്ടെങ്കിലും സംസാരം തന്നെയാണ്, എന്തായി, പേരെന്താണ്, ഫോട്ടോ കാണാൻ പറ്റുമോ? അങ്ങനെ ലാസ്റ്റ് ഞാൻ കാര്യം അറിയിച്ചു, അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പിന്നെ അതങ്ങ് നടന്നു. ഓക്കെ. അനുവിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു 90% ഫ്രണ്ട്സും മുസ്ലിം ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പലതരത്തിലുള്ള ആൾക്കാരെ കാണുന്നില്ല. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടം ഇടുന്നത് ഒരു പേരിനാണ്. മീൻസ് ഒരു ഷോൾ കൊണ്ട് കവർ ഇടും. ചിലവര് പിന്നെ ഇങ്ങനെ അവിടെ പിൻ ചെയ്തിട്ടൊക്കെ ഉള്ള തട്ടമൊക്കെ ഇടും. ഒരു പേരിനാണ്. ശരിക്കും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അനു ഇങ്ങനെ ഫേസ് വരെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു രീതിയില്, ഞാൻ സത്യം പറയട്ടെ, ഞാൻ അനുവിന്റെ ഫേസ് പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല. വല്ലപ്പോഴും നമ്മളൊരു ട്രിപ്പൊക്കെ പോയപ്പോഴാണ് ഞാൻ ഒരു അനുവിന്റെ ഫേസ് കാണുന്നത്. അപ്പൊ ഈ ഒരു ഫേസ് ഇങ്ങനെ കവർ ചെയ്ത് ആ ഒരു ട്രഡീഷൻ, നിങ്ങളുടെ ആ ഒരു കൾച്ചർ, ആ ഒരു മുസ്ലിം കൾച്ചർ, അത് ഇത്രയും ഇങ്ങനെ ഫോളോ ചെയ്യാനുള്ള കാരണം എന്താ? ഞാൻ പഠിച്ചത് ഇങ്ങനെ ഇസ്ലാമിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോളേജിലാണ്. സെക്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ്, ഗ്രാജുവേറ്റഡ് ആണ് ഞാൻ. നമ്മൾ ആ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ഇസ്ലാമിക് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു ഇഷ്ടത്തിന് തന്നെ ഞാൻ ചൂസ് ചെയ്തതാണ് ഈ ഡ്രസ്സ്. ഓക്കെ. സ്വന്തം ഇഷ്ടത്തിൽ ചൂസ് ചെയ്തത്? ആഫ്റ്റർ 10th തുടങ്ങി ഇങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ വേറെ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇടണം, ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കണം, ആ സഹോദരിന്റെ ഇഷ്ടപ്രകാരമാണ് ആ സഹോദരി ആ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. പിന്നൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ അവിടെ എന്തെന്നറിയോ, വീട്ടിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഞാൻ വീട്ടിലുള്ള അങ്ങനെയുള്ള ഡ്രസ്സ്, മോഡേൺ ഡ്രസ്സുകളിൽ ഞാൻ വീട്ടിൻ്റെ അകത്തിടുന്നുണ്ട്. ഇസ്ലാമിനെ പറ്റിയിട്ട് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലേ ഇസ്ലാം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എന്താണ് ചെയ്യുന്നുള്ളത് എന്നല്ല ഈ സഹോദരിന്റെ ആ വാക്കുകളെല്ലാം നമുക്ക് മനസ്സിലാക്കട്ടാ. എന്നാലും കേട്ടോ, മഷാ അല്ലാ മഷാ അല്ലാ, എന്നും അവർക്ക് ഖൈറും ബർക്കത്തും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു ഇട്ട് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചെയ്യുന്നില്ല. അത് അങ്ങനെ ഒരു ആളെ കിട്ടാന്ന് പറഞ്ഞ അർഷാദ്, അത് ഭാഗ്യം തന്നെയാണ്. കാരണം ഇപ്പത്തെ പെൺകുട്ടികൾ അറിയാലോ, എല്ലാവർക്കും നല്ല മോഡേൺ ഡ്രസ് ഇടണം, ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇടണം, ഇങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇപ്പോഴത്തെ പെൺപിള്ളേര്. പക്ഷെ ഈ ഒരു ചെറിയ പ്രായത്തില് ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കണം കേട്ടോ. കാരണം അർഷദ് ലൈഫിൽ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു, കല്യാണം കഴിക്കുക എന്നുള്ളത് കറക്റ്റ് അർഷദിന്റെ ആ ഒരു സ്വഭാവത്തിന് പറ്റിയ വൈഫിനെ കിട്ടിയത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, അർഷദ് ഉസ്താദാവാൻ പഠിച്ച ഒരാളാണ് അല്ലേ? അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? എന്റെ ചെറുപ്പം മുതലേ പറയുകയാണെങ്കിൽ, ആദ്യം മുതൽ എന്റെ ഫാമിലി, എന്റെ ഫാദറിന്റെ ഫാമിലിയിൽ മതപരമായിട്ട് കുറച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് കൂടുതലാണ്. മദറിന്റെ ഫാമിലി അങ്ങനെ ആരുമില്ല. അപ്പൊ എനിക്ക് കുറച്ച് താല്പര്യം ഫാദർ ഫാമിലിയോട്ട് കൂടിയിരുന്നു. അപ്പൊ ഞാനും ആദ്യം പറയും എനിക്ക് ഇതേപോലെ ആവണം, മതപരമായിട്ട് പഠിക്കണം. അതങ്ങനെ ഞാൻ ആദ്യം ഫസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിട്ട് കാസർഗോഡ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയി, അവിടെ എന്നെ കൊണ്ട് പറ്റുന്നത് ഭയങ്കര സ്ട്രിക്റ്റാ. നമ്മള് 10ാം ക്ലാസ് വരെ സാധാരണ പഠിച്ചു വളർന്ന് ആ സ്ട്രിക്റ്റ് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എല്ലാവരും തന്നെ അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെയും കാസർഗോഡ് പോയത് ഉസ്താദിന്റെ പഠിക്കാൻ തന്നെ, അത് പഠിക്കാൻ തന്നെയാണ് പോയത്. അവിടുന്ന് ഇറങ്ങി അങ്ങനെയാ പിന്നെ കൂത്തുപറമ്പ് ഒരു മൂര്യാട് എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്. അവിടെ സാധാരണ മതപരമായിട്ട് പള്ളി തറസാണ്. അത് കോളേജും കാര്യങ്ങളൊന്നും അല്ല, പള്ളി തന്നെ ജീവിക്കും. അവിടെ എത്തിപ്പെട്ട് പള്ളി തന്നെ താമസിക്കാം. പള്ളി തന്നെ താമസവും ഉറക്കും കാര്യങ്ങളും ഭക്ഷണമൊക്കെ ഓരോ വീട്ടിലൊക്കെ ആയിട്ട് പള്ളി തന്നെ. അപ്പൊ അങ്ങനെ പിന്നെ അവിടുത്തെ കൾച്ചർ ഇഷ്ടപ്പെട്ടു. ലൈക്ക് അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് അല്ല, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല സ്നേഹത്തോടെ കൂടി കൊണ്ടുനടക്കുന്നത്. അങ്ങനെ പിന്നെ ഫാമിലിയോട് പറഞ്ഞു എനിക്ക് ഇവിടെ മതി. പിന്നെ ഒരു 6-7 വർഷം അവിടെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ ആ പ്രായത്തിലൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ, ഇപ്പൊ എന്റെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഫുള്ള് ബൈക്കിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന മൂടാണ് ആ ഒരു ചെറിയ പ്രായത്തില്. എങ്ങനെ ഈ ഒരു പള്ളിയിലേക്കൊക്കെ പോയിട്ട് ലൈഫ് പള്ളിയിൽ ഉസ്താദിന്റെ കൂടെ അങ്ങനത്തെ ഒരു മൈൻഡ് എങ്ങനെ ഈ പ്രായത്തില് വന്നു? അതിനോട് താല്പര്യം ഉള്ളതുകൊണ്ടാണോ? ഉള്ളിലൊരു താല്പര്യമുണ്ട്. ആരും നിർബന്ധിച്ച് കൊണ്ടാക്കിയതല്ല ഒന്നാമത്തെ കാര്യം. ഇപ്പൊ പലരും എനിക്കറിയാം ഫാമിലി നിർബന്ധിച്ച് കൊണ്ടാക്കി നന്നാക്കാൻ നോക്കും. എനിക്ക് ആദ്യം മുതലേ ചില കാര്യങ്ങൾ അറിയില്ല, ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആയി അവിടെ എത്തുന്നു ഇവിടെ എത്തുന്നു അതിന്റെ കാര്യങ്ങളാവുന്നു. ഇപ്പൊ ഞാൻ തന്നെ 21 വയസ്സിൽ കല്യാണം കഴിക്കണം വിചാരിച്ച ഒരാളല്ല. എങ്ങനെ കല്യാണം കഴിച്ച് പിന്നെ ഒരു ടൈം വന്നാലും ഓൾറെഡി കല്യാണം കഴിച്ചു കഴിഞ്ഞു. എന്തൊരു കാര്യം വിചാരിക്കുന്ന സമയത്തൊന്നും ആയിപ്പോന്നു മാത്രം കറക്റ്റ് വെൽ പ്ലാൻഡ് അല്ല. വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കൂല, വിചാരിക്കാത്ത കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടന്നു പോകും. കൂട്ടുകാരൊക്കെ ഉണ്ടോ നാട്ടില്? ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് അല്ല. ഫ്രണ്ട്സ് എനിക്ക് തീരെയില്ല. അതാണ് കണ്ടോ, അതായത് ലൈഫില് ഫ്രണ്ട്സ് ഇല്ല, അതിന് പകരം പള്ളിയിലുള്ള ആൾക്കാര്, അങ്ങനെയാണ് ലൈഫ് ഉണ്ട്. അത് ചെറു പ്രായത്തില് ഞാൻ അങ്ങനെ ആക്കിയെടുത്തതൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി. പക്ഷെ അക്ഷരത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അതിനകത്ത്. എന്റെ താല്പര്യം എന്റെ ലൈഫിൽ എല്ലാം ചെയ്യുന്നത് എന്റെ താല്പര്യത്തിലാണ്. അപ്പൊ ഈ പള്ളിയില് നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഫൈനാൻഷ്യലി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? ഫൈനാൻഷ്യലി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കാനൊക്കെ നമ്മൾ പോകും. പിന്നെ മെയിൻ പള്ളി പഠിക്കുന്ന വലിയ എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഭക്ഷണം 3 നേരം ഓരോ വീടുകളുണ്ടാവും. കിടന്നുറങ്ങും ഓരോ വീടുകളിലായിരിക്കും. ആ നാട്ടിലെ വീടുകളിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കാൻ. പള്ളി വീട് ഭക്ഷണം ഇത്രയല്ലാണ്ട് ഇതിന്റെ മേലെ വലിയ എക്സ്പെൻസ് ഒന്നും വരാനില്ല. അപ്പൊ ആ സമയത്തല്ലേ കല്യാണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു? പഠിപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞതും കല്യാണം കഴിക്കലും ദുബായിലേക്ക് തരണം. അപ്പൊ ഒരു സെക്കൻഡ് ഗ്യാപ്പ് എവിടെയില്ല ലൈഫിൽ. അതായത് പഠിപ്പ് കഴിഞ്ഞു, ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻഗേജ്മെന്റ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ജോലിയൊന്നുമില്ല. അപ്പൊ എങ്ങനെ അനുവിന്റെ വീട്ടിൽ ഇതുപോലെ ജോലിയൊന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു? അനു എങ്ങനെയാണ് ആ ഒരു ധൈര്യം എടുത്തത്? ഞാന് ആളോട് സംസാരിച്ച ടൈമില് ആൾക്ക് എന്താ അച്ചീവ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്, ആ ഒരു കാപ്പബിലിറ്റി ഉണ്ട് സംസാരിച്ച ടൈമില്. ഇപ്പൊ ജോലിയുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ ആ ജോലി എപ്പോഴും എന്താ സ്റ്റേബിൾ ആയിരിക്കണം നിർബന്ധമില്ല, വേണമെങ്കിൽ പോവാം. അപ്പൊ ജോലി ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ടൊരു എനിക്ക് തോന്നിയില്ല. അത് അപ്പോ ഞാൻ സംസാരിച്ച ടൈമിലൊക്കെ ജോലിയൊക്കെ നേടിയെടുക്കാവുന്നതല്ലേ എന്ന് കരുതി. ആളുടെ ക്വാളിറ്റി മാത്രം, അതെ, അല്ലാണ്ട് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതൊന്നും നോക്കിയിട്ടില്ല. വീട്ടുകാരും അതെ, വീട്ടുകാർ ആളെ കണ്ടു, ആളെ ക്യാരക്ടർ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു. പിന്നെ എഡ്യൂക്കേഷനും ഇപ്പൊ ഇസ്ലാമിക് ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ. പിന്നെ അനുവിന്റെ ഫാദറും ഉസ്താദാണ്. അപ്പൊ ആളെ ഇഷ്ടപ്പെട്ടു. പിന്നെ ജോലി ടൈമാവുന്നല്ലോ, നോക്കാലോ എടുക്കാലോ. ഓക്കെ, അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ദുബായിലേക്ക് വരാൻ പ്ലാൻ? കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാ ഓട്ടോമാറ്റിക്കലി ചിന്ത വരാൻ തുടങ്ങി. ഇനി ഇവിടെ ഒന്നും നടക്കൂല. പെട്ടെന്ന് ദുബായിലേക്ക് വന്നു. ആദ്യം വിചാരിച്ചത് ഒരു ജോലിയാണ്. എന്നാ പിന്നെ നാട്ടിൽ എന്തുകൊണ്ട് ഒരു ജോലി നോക്കിക്കൂടാ? അങ്ങനെ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം മുതലേ വളർന്നതൊക്കെ അധികം ഒറ്റക്ക. പക്ഷെ വന്ന ഉടനെ തന്നെ എല്ലാരെയും പോലെ ആ ജോലി കിട്ടുന്ന വിചാരിച്ചു. ആ സമയത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട്, ആ ജോലിയും കിട്ടിയില്ല. പിന്നെ കുറച്ച് ദിവസം വിസിറ്റ് വിസയിലാണ് വന്നത്. പിന്നെ കുറച്ച് ദിവസം ഇതേപോലെ ജോലിയൊക്കെ തപ്പി. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് കുറച്ച് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ വേറെ സെയിൽസ് ഒക്കെയാണ്. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാനിപ്പം നമ്മൾ ഷോർട്ട് മൂട്ടൊക്കെ ലൈക്ക് ആ രീതിയിൽ ഇട്ടിട്ട് പോലും ജോലിക്ക് വേണ്ടി ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ പോയിട്ടുണ്ട്. ജോലി കിട്ടുമോ നോക്കി. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് ഫുൾ ഈ ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരാളാണ് ആ ഒരു ഏരിയയിൽ മാത്രം. എല്ലാവരെയും പോലെ ചെയ്യുന്നു, നോക്കുന്നു, ജോലിക്ക് പോകുന്നു, ഒന്നും നടക്കുന്നില്ല. പല ജോലിക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. ഇതൊന്നും എനിക്ക് മാത്രം ജോലി കിട്ടുന്നില്ല. അന്ന് മനസ്സിലായില്ല എങ്ങോട്ടേക്ക് ലൈഫിന്റെ പോക്ക് എന്നുള്ള കാര്യം. പിന്നെയാണ് ഞാനിങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ മുഖേന സാഹിബ് ഹുസ്നി ഞാൻ അറിയപ്പെടുന്നത്, നിങ്ങളെ മാമിനെയും അറിയപ്പെടുന്നത്. അപ്പൊ പിന്നെ അവിടെ വന്നൊന്ന് ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ച് വന്നു. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കറിയുന്ന പോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ലൈഫിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ കമ്പനിയിലേക്ക് അർഷാദ് വന്നത്. സെയിൽസിനോടുള്ള താല്പര്യം കൊണ്ടാണോ? മെയിൻ ആയിട്ട് ഓവർ ക്വാളിഫിക്കേഷൻ ഇല്ല. ഞാനല്ലേ ഈ വീഡിയോ കൂടുതൽ ഇത് 1/2 24 മിനിറ്റ് എന്തുകൊണ്ട് ഈ വീഡിയോ ദീർഘമുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. ഈ ആ സ്ത്രീയുടെ
ഇതിലുണ്ട്, ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ മാഷാ അല്ലാഹ് പറയുന്ന ആ ഭാര്യയും ഭർത്താവും പറയുന്ന വാക്കുകളുണ്ടല്ലോ, ഓരോരോ മുസ്ലിമായ ആളുകൾ, മുസ്ലിം ആളുകൾ മതത്തിനെ പറ്റി തെറ്റ് പറയുന്നുണ്ടല്ലോ, അവരെല്ലാം കേൾക്കണം മുസ്ലിം ഇസ്ലാമിൽ എന്താണ് കൽപ്പിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ